നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ അമ്മേ അമ്മേ എന്താ അമ്മേ എന്താ അമ്മേ അമ്മേ ഈശ്വര ശ്യാമേ ശ്യാമേ എന്റെ ദൈവമേ ശ്യാമ ശ്യാമ ഹോസ്പിറ്റലാണ്. മാഡം ഇവിടെ വരുമ്പോ കണ്ടീഷൻസ് കുറച്ച് മോശമായിരുന്നു. അറിയൊക്കെ കുഴപ്പമില്ല. ശ്യാമേ ഞാൻ വല്ലാതെ പേടിച്ചു പോയി. വിവരം അറിയിക്കാൻ വേണ്ടി ഐശ്വര്യ മാലിനെയും വിളിച്ചിട്ടൊട്ട് കിട്ടിയതുമില്ല. ഡോക്ടർ ഞാനിവിടെ കിടക്കേണ്ടി വരുമോ? ഒരുപാട് ദിവസമൊന്നും വേണ്ടി വരില്ല. തലയിലെ മുറിവൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നാളെ നമുക്കൊന്ന് നോക്കാം. കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഡിസ്ചാർജിനെ കുറിച്ച് ചിന്തിക്കാം. ബ്ലഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷേ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മിറക്കിൾ. മേഡത്തിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. ഇവിടെ ചികിത്സയ്ക്ക് വന്ന ഒരു കുട്ടിയാണ് മേഡത്തിന് ബ്ലഡ് തന്നത്. അതും മേഡത്തിന്റെ അതേ ചായയുള്ള ഒരു കുട്ടി. ശ്യാമേ റിലാക്സ്. ഡോക്ടർ കിടക്ക്. എക്സ്ക്യൂസ് മീ, ഇപ്പൊ വരാം. ശ്യാമേ കിടക്ക്. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ല. അതെ ശ്യാമേ, നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന കുട്ടി തന്നെ ഇവിടെ വന്നത്. ആ കുട്ടിയുടെ രക്തം ഇപ്പൊ നിന്റെ ശരീരത്തിലൂടെ ഓടുന്നത്. എന്റെ കൃഷ്ണ, എനിക്ക് ഉറപ്പായി അതെന്റെ മോള് തന്നെയാ. എത്ര ദൂരെ ആയാലും രക്തത്തെ തിരിച്ചറിയെന്ന് പറഞ്ഞിട്ട് അവളുടെ രക്തം എനിക്ക് പകർന്നു തന്ന അവസ്ഥയിൽ പോലും എനിക്ക് അവളെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. വിഷമിക്കല്ലേ, നമ്മുടെ മുന്നിൽ ഇപ്പൊ ഒരു മാർഗമുണ്ട്. എന്ത് മാർഗോ? ആ കുട്ടി ഹോസ്പിറ്റലിൽ വന്നത് സിനിമാ നടി നമ്മുടെ വിനയപ്രസാദ് മാഡം ഇല്ലേ, അവരുടെ കൂടെയാ. വിനയപ്രസാദിന്റെ അനുജത്തി ആ കുട്ടിയെന്നാ പറഞ്ഞേ. എന്നിട്ട് ചേച്ചി വിനയപ്രസാദിനെ വിളിച്ചു നോക്കിയില്ലേ? ഇല്ല ശ്യാമേ, ഞാൻ ശ്യാമയുടെ കാര്യത്തിൽ ടെൻഷനിലായിരുന്നു. ശ്യാമയ്ക്ക് വിനയപ്രസാദ് മാഡത്തെ പരിചയമുണ്ടോ? 1-2 ഫംഗ്ഷൻ വെച്ച് ഞാൻ വിനയപ്രസാദ് മാഡത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ശ്യാമ വിളിച്ചാ മതി. നമ്മള് മോളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു ശ്യാമേ. ചേച്ചി എത്രയും പെട്ടെന്ന് വിനയ മാഡത്തിന്റെ നമ്പർ സംഘടിപ്പിക്കണം. ഞാൻ സംസാരിച്ചോളാം. അല്ല, ഈ വിനയ മാഡത്തിന്റെ അനുജത്തി എന്നല്ലേ പറഞ്ഞ്? എങ്ങനെയുള്ള ബന്ധമാണെന്ന് നമുക്കറിയില്ലല്ലോ ശ്യാമേ. നമുക്ക് നോക്കാം. താനൊന്ന് സമാധാനിക്കും. ഞാൻ ഇപ്പൊ തന്നെ നമ്പർ സംഘടിപ്പിക്കാം. ഭഗവാനെ, അത് തന്നെ ആയിരിക്കണേ എന്റെ മോള്. എനിക്ക് എന്റെ മോളെ തന്നേക്കണേ. ഉറക്കത്തിൽ പോലും എന്റെ മോള് കരയോ, അരുകി തീരുവ. അർഹതപ്പെട്ടതെല്ലാം നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുമ്പോ അമ്മയും കൂടെ അതിന് കാവല് നിന്നു. ഓർക്കാൻ വയ്യാത്ത തെറ്റാ ഞാൻ ചെയ്തത്. അമ്മയോട് പൊറുക്കണേ മോളെ.
പ്രായശ്ചിത്തം ചെയ്യാന്ന് വെച്ചാലും പറ്റില്ലല്ലോ കുട്ടി. പരിഹാരമില്ലാത്ത കാര്യല്ലേ എല്ലാരും കൂടി ചെയ്യിച്ചത്. നിന്റെ ദുഃഖം ശാപമായിട്ട് അമ്മയുടെ തലയിൽ വീഴും. ലോകത്ത് ഒരമ്മയും മോളോട് ചെയ്യാത്ത ക്രൂരതയാ ഞാൻ നിന്നോട് കാണിച്ചത്. ഞാൻ പറയണായിരുന്നു അവരോട്, നിന്റെ താലി ഞാൻ സംരക്ഷിക്കണമായിരുന്നു. മാപ്പ്, അമ്മയ്ക്ക് മാപ്പ് താ മോളെ. ഒഴിച്ചെടുക്കണ ഈ താലി. അമ്മ എന്താ ഈ കാണിക്കുന്നേ? പൂജാമുറിന്ന് സിന്ദൂരം എടുത്ത് നെറ്റിയിലിട്ടിരിക്കുന്നു ഈ തൊന്തന്തുള്ള ഇല്ലാത്തവള്. എന്താ അത്? യശോദേ, 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 മോളെ. അയ്യോ അമ്മേ, അമ്മേ, എന്താ അമ്മേ, എന്താ അമ്മേ എഴുന്നേക്ക്. അമ്മേ, യശോദേ, എണീക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.